തുടർച്ചയായി ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. നമുക്കറിയാം, ഇവിടെ അട്ടമലയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു, നൂൽപ്പുഴയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അതിനു മുൻപ് മാനന്തവാടി ഭാഗത്ത് കുറുവദ്വീപിൻ്റെ സമീപത്ത് കർണാടക സ്വദേശി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. തുടർച്ചയായി മനുഷ്യജീവനുകൾ ഈ 2025 തന്നെ ഒരു നിരവധി മനുഷ്യജീവനുകൾ ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ ചെമ്പ്രമലയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ, അത് മേപ്പാടി ടൗണിനോട് അടുത്ത് വരെ പ്രധാന റോഡിനോടടുത്ത് കുന്നമ്പറ്റ മേഖലയിലടക്കം നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. എവിടെ താമസിക്കുന്നത്? താഴെ നമ്മുടെ കുന്നമംഗലം വയൽ പ്രദേശം എല്ലായിടത്തും ഉണ്ട് ആനയുടെ ശല്യമുണ്ട്. മൊത്തത്തിൽ ആനകൾ കുറച്ച് കാലങ്ങളായിട്ടേ ഇപ്പോൾ ഒരു തുടർച്ചയായിട്ട് ഒരു 4 വർഷത്തോളമായി ആനകളുടെ കൃത്യമായിട്ടുള്ളൊരു ശല്യം എല്ലാ മേഖലയിലുണ്ട്. ഈ പ്രദേശം മാത്രമല്ല, മൊത്തത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരമായി രാത്രി അവിടെ ഒരു ഏലക്കടയിലൊക്കെ ജോലി ചെയ്തിരുന്നു, ആർമുകേട്ടൻ. ആ സമയത്തെല്ലാം രാത്രിയാണ് ഇദ്ദേഹം സ്ഥിരമായി വരാറുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വിധി ഭയങ്കര ഒരു കഷ്ടമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശല്യം കൊണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ കുറേ കർഷകർ അവരുടെ ഭൂമി ഉപേക്ഷിച്ച് കൃഷി ചെയ്യാൻ പറ്റാതെ നിരന്തരമായിട്ട് കാറ്റാടിൻ്റെ ശല്യം കൊണ്ട് ആളുകളെല്ലാം കൃഷി ഉപേക്ഷിച്ച് ഒരു സ്ഥലം ഉപേക്ഷിച്ച് പോവുകയുണ്ടായത്. ഇപ്പോൾ ചെമ്പ്രയിൽ തന്നെ ഒരു തൊഴിലാളി പാർവതി ഒരു 3 വർഷം മുമ്പാണ് ആനയുടെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ആന തട്ടി മരണപ്പെട്ടു. ആദ്യമായിട്ട് ഇവിടെ ചെമ്പ്ര എസ്റ്റേറ്റിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് അനീഫ. അതിനുശേഷം ഇവിടെ ഇത് 3ാമത്തെയാണ്. ഇത് നിരന്തരമായിട്ടുള്ളൊരു ശല്യം തന്നെയാണ്. അപ്പോൾ ഇത് ഫെൻസിങ്ങോ എന്തെങ്കിലും ചെയ്ത് ഇതിന് നിരന്തരമായ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അതാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വനമേഖലയോട് ചേർന്നാണ് ആക്രമണം ഉണ്ടായെന്ന് പറയുന്നത്. ഫെൻസിംഗ് ഇല്ല ഇവിടെ. ഫെൻസിംഗ് ഏറ്റവും അടിസ്ഥാനമാണല്ലോ. ഇത് വനമേഖലയും തേയിലത്തോട്ടവും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ ചെമ്പ്ര കൊടുമുടി ഈ ചെമ്പ്രയുടെ താഴ്വരയിലുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ തേയില എസ്റ്റേറ്റ് ഉണ്ട്, അതിനോട് ഇടകലർന്ന വനമേഖലയുണ്ട്, മറ്റ് സ്വകാര്യ സ്ഥലങ്ങളുണ്ട്. മേപ്പാടി ടൗണിൽ നിന്ന് ഒരുപാട് അകലെയൊന്നുമല്ല, ചെമ്പ്രയിലേക്ക് പോകുന്ന വഴിയാണ്. ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. ഇവരൊക്കെ നടന്നു വരികയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഈ മേഖലയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? എല്ലാ ദിവസവും രാത്രി ഇത് തന്നെ ഒരു അരക്ഷിതാവസ്ഥയാണോ? എന്തായാലും ഇന്ന് അതിദാരുണമായൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മേപ്പാടിയിൽ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു പോകുന്ന ഒരു സമയത്താണ് ഇവിടെ ആന അറ്റാക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ബോഡി കണ്ടു, കാലൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും ഈ റോട്ടിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ഈ റോട്ടിൽ നിന്ന് സംഭവിച്ചിട്ട് കുറച്ചൊരു 2-3 മീറ്റർ അങ്ങോട്ട് തള്ളിയിട്ടുള്ളൂ. സാധനം താഴെ ഭാഗത്തേക്ക് നടന്നു പോയി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടും. ഒരു ആനയെ ഉണ്ടായിരുന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇത് ആദ്യം എത്തിയ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ മേഖലയിലെ ഒരു സ്ഥിരമായ അവസ്ഥ, മേഖലയിൽ ആനയുണ്ട്. ആനയുടെ ഇത് ശരിക്കൊരു ചോലമല, അതുപോലെ തന്നെ കടൂര്, എരുമക്കൊല്ലി, ഈ ഒരു മേഖലയിൽ ഈ ആന കടന്ന് കളിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് ഒരു നാട്ടുകാരെന്നുള്ളത് എനിക്കിന് പറയാനുള്ളത്, ഇതിനെ ഒന്നില്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ ഇടണം, അല്ലെങ്കിൽ ഇതിനെ കുങ്കിയാന ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മയക്കോടി വെച്ചിട്ടോ ഇവിടെ നിന്ന് കടത്തണം. ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന ചാലാണ്. ഇവിടെ നിന്നാണ് ഇറങ്ങി വന്നിട്ടുള്ളത്.